വർഗീയവാദികളുടെ മതതീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്ന് പേര് ചൊല്ലി പറഞ്ഞ് മത്സരിച്ചു. കേരളത്തിലെ ഒരു DYFI നേതാവോ ഒരു യുവജന നേതാവോ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു. രണ്ടാമത്, എന്നെ അത് പറഞ്ഞ് കുറേ വേട്ടയാടാൻ നോക്കി. എന്നെ അഴിമതിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കീറി മുറിച്ചു. സ്റ്റോറീസ് ആയിരുന്നു എന്നെക്കുറിച്ചുണ്ടായിരുന്നത്. കൂളായിട്ട് ഞാൻ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് കൃത്യമായിട്ട് ഞാൻ നിരപരാധിയെന്ന് പറഞ്ഞ് ഇറങ്ങി വന്നു. ആകാവുന്നത്ര പീഡിപ്പിച്ചു. ഇനി നിങ്ങൾ എന്നെ വർഗീയവാദിയാക്കാനാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ. അതിൻ്റെ മുമ്പിലൊന്നും ഇതിലൊന്നും ഞാൻ പതറിയിട്ടില്ലെങ്കിൽ അതിൻ്റെ മുമ്പിലൊന്നും പതറാൻ ഞാൻ പോണില്ല. എൻ്റെ പൊതുരാഷ്ട്രീയത്തിനകത്ത് ഞാൻ നടത്തിയ പ്രസംഗങ്ങൾ, ഞാൻ എഴുതിയ ലേഖനങ്ങൾ, നിയമസഭയിലെ 10 കൊല്ലത്തെ ഒരു ദിവസം പോലും മാറി നിൽക്കാത്ത എൻ്റെ നിയമസഭാ നിർവഹണത്തിനിടയിലെ പ്രസംഗങ്ങൾ, ഒരു വരി നിങ്ങളോട് ഞാനിപ്പം ഇത് കഴിഞ്ഞ് നിർത്തുമല്ലോ ഡിബേറ്റ് ചെയ്യാം, ഒരു വരി മറ്റൊരു സമുദായത്തിനെതിരെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു മോശത്തരമുണ്ട് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഇതേ മീഡിയകളുടെ മുമ്പിൽ നിന്ന് മാപ്പും പറയും. ഞാൻ ഏർപ്പാട് നിർത്തിപ്പോകും. എൻ്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി വാദിക്കാനാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത്. അതെന്നെ പറഞ്ഞിടാനും ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ പേരിൽ എന്നെ പുറകോട്ട് വലിക്കാനും അത്തരത്തിലുള്ള ഒരു കപട മതേതര ബോധവും എന്നെ നയിക്കുന്നില്ല. എനിക്ക് ഈ രാജ്യത്തിലെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള ബോധ്യമില്ലാത്ത ഒരു ബോധ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കില്ല.